ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഗൈസ്, ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് തരാൻ പോകുന്നത് നമുക്ക് സർവീസും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആക്കിക്കൊണ്ട് നമുക്ക് നല്ലൊരു ഏണിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷന് റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് നല്ലപോലെ നിങ്ങൾക്ക് സർവീസും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആക്കാൻ സാധിക്കുന്നതായിരിക്കും. പെട്ടെന്നൊന്നും തീർന്നു പോകുന്ന സർവീസും കാര്യങ്ങളൊന്നുമല്ല. നമ്മുടെ മറ്റേ സർവേ പോളിനെ പോലെ അങ്ങനത്തെ ഒരു ആപ്ലിക്കേഷനോ കാര്യങ്ങളൊന്നുമല്ല. ഡെയിലി ഒരു സർവേ ഒന്നും അല്ല അവർ തരുന്നത്. നമുക്കൊരു 3-4 സർവീസും കാര്യങ്ങളൊക്കെ ഡെയിലി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിലൂടെ നമുക്ക് നല്ലൊരു ഏണിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഡയറക്റ്റ് ആയിട്ട് പേപാലിലേക്കും ഗിഫ്റ്റ് കാർഡായിട്ടെല്ലാം നമുക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു കിടിലൻ ഏണിംഗ് ആപ്ലിക്കേഷൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ആപ്ലിക്കേഷൻ റിലീസായിട്ട് ഏകദേശം 2-3 വർഷം കാര്യങ്ങളൊക്കെ ആയി. സോ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇതുവരെ പക്കയായിട്ടാണ് അവർ കൊടുക്കുന്നത്. പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പക്കയായിട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: വീഡിയോ സ്കിപ്പ് അടിക്കാണ്ട് ഫുള്ളായിട്ടിരുന്ന് കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നമ്മുടെ ആപ്ലിക്കേഷൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് കിടക്കാം. ആപ്ലിക്കേഷൻ്റെ പേര് വരുന്ന അട്ടാപോൾ എന്നാണ്. നമ്മൾ പ്ലേ സ്റ്റോറിലാണ് ആപ്ലിക്കേഷൻ ഉള്ളത്. വേറെ APKയും കാര്യങ്ങളൊന്നുമല്ല, സൈറ്റും കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ പോയി ഇൻസ്റ്റാൾ ചെയ്യുക, ഓപ്പൺ ചെയ്യുക. ഓപ്പൺ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ജസ്റ്റ് അവിടെ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്ക് കണ്ടിന്യൂ വിത്ത് ഗൂഗിളിൽ നിന്ന് പിടിച്ച് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഏതെങ്കിലും ഒരു ഗൂഗിളും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് കൊടുത്ത് നമുക്ക് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ നമ്മളോട് ജെൻഡർ, അതുപോലെ ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതായിരിക്കും. അതൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ എൻ്റർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കുറച്ച് ഡീറ്റെയിൽസ്, അതായത് ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരുന്നതായിരിക്കും. അവിടെ ഷോർട്ട് സർവേയും ലോങ് സർവേയും ആസ് മേ ആസ് പോസിബിളും നിങ്ങൾ ഓൺ ആക്കി ഇടണം. അതിനുശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്കവിടെ സൈൻ അപ്പ് ബോണസായിട്ട് ഏകദേശം ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്കവിടെ കാണാൻ സാധിക്കും, അവിടെ നമുക്ക് ഓരോ സെൻറ്റ് വീതം നമുക്കവിടെ 2 സർവീസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ജസ്റ്റ് അവിടെ 1 സെൻറ്റ് എന്ന് കൊടുത്തിട്ട് അവിടെ പിടിച്ച് ക്ലിക്ക് ചെയ്യുക. വെറും 6 ചോദ്യം ചോദിക്കുന്നുള്ളൂ. അത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ: നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത്, നമുക്കിപ്പോൾ എത്ര പിള്ളേരുണ്ട്, കല്യാണം കഴിച്ചോ, അങ്ങനത്തെ ഉള്ള ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. ഈ കൂട്ടത്തിൽ പക്ഷി ഏതാണ്, ഈ കൂട്ടത്തിൽ ജീവനില്ലാത്ത ഏതാണ്, അങ്ങനെ ആർക്കും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെയാണ് അവർ ചോദിക്കുന്നത്. പിന്നെ നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് മാത്രം ചെയ്യുക. ഞാനിപ്പോൾ ഒരെണ്ണം കംപ്ലീറ്റ് ചെയ്തു. അപ്പം തന്നെ ആ 1 സെൻറ്റ് എന്ന് പറഞ്ഞ ഒരു എമൗണ്ടും കാര്യങ്ങളൊക്കെ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ സെൻറ്റും കാര്യങ്ങളൊക്കെ എന്താണെന്ന് അറിയാത്തവർക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അതേപോലെ തന്നെ അടുത്ത സർവേയിൽ ഞാൻ കയറി. ആ സർവേയിലും കയറിയപ്പോൾ നമുക്കത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇമ്മീഡിയറ്റ്ലി ആയിട്ട് നമുക്ക് അടുത്തൊരു സർവേ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ചില സർവേ, അതായത് 3, 4, 5 സെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സർവേ എന്ന് പറഞ്ഞാൽ സർവേ അല്ലായിരിക്കും, ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനായിരിക്കും. അപ്പം നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്കും നമുക്കിത് ഇങ്ങനെ ഇൻ്റർഫേസ് കാണാൻ സാധിക്കും. അവിടെ അവർ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മളവിടെ പ്ലേ സ്റ്റോറിൽ പോയി ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. അതിനുശേഷം കുറച്ച് നേരം യൂസ് ചെയ്യണമെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പം ഞാൻ ഏതായാലും പോയി ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്ത് ഒരു ബൈബിളിൻ്റെ ഒരു ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെയാണ്. ഓപ്പൺ ചെയ്ത് 1 മിനിറ്റ് ആകുമ്പോഴത്തേനും നമുക്കൊരു നോട്ടിഫിക്കേഷൻ വന്നു. യുവർ ബാലൻസ് ഹാസ് ബീൻ അപ്ഡേറ്റഡ് എന്ന് പറഞ്ഞ് നമുക്കൊരു നോട്ടിഫിക്കേഷൻ വന്നു. നമുക്കിതിപ്പോൾ വെറും 5 സെൻറ്റ്, ജസ്റ്റ് മിനിറ്റ്, 1 മിനിറ്റ് പോലും എടുത്തിട്ടില്ല, 5 സെൻറ്റ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 100 സെൻറ്റ് കൂടുന്നതാണ് $1. ഓക്കെ, പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 100 സെൻറ്റ് കൂടുന്നതാണ് $1. നമുക്ക് ഏകദേശം $3 ആകുമ്പോൾ നമുക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷനൊക്കെ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്കങ്ങനെ ഡെയിലി ഒരു 4-5 സർവീസും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അതിലൂടെ തന്നെ നമുക്ക് ഏകദേശം ഒരു 15 സെൻറ്റ്, 20 സെൻറ്റ് ആ ഒരു റേഞ്ചിൽ ഏൺ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അടുത്തായിട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് ഒരാൾ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ഏൺ ചെയ്യാൻ സാധിക്കും. അവർ ഏൺ ചെയ്യുന്നതിന്, അതായത് നമ്മുടെ ഫ്രണ്ട് ഏൺ ചെയ്യുന്നതിന് 10% നമുക്ക് ഷെയറും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഡെയിലി നിങ്ങൾക്ക് സെൽഫായിട്ട് നിങ്ങൾക്കൊരു 15, ഒരു 10, ഏറ്റവും കുറഞ്ഞത് 10 സെൻറ്റിൽ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. അങ്ങനെ നിങ്ങളൊരു 10 ദിവസം വർക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ ഏകദേശം $1 ആവും. അങ്ങനെ നിങ്ങൾ ഒരു 30 ദിവസം വർക്ക് ചെയ്യുവാണെങ്കിൽ $3 ആവും വിഡ്രോ ചെയ്യാം. ഇപ്പോൾ അതിനകത്ത് പേപാലാണ് മെയിനായിട്ട് ഓപ്ഷനും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. $3 ആകുമ്പോൾ വിഡ്രോ ചെയ്യാം. ചില ടൈമിൽ ഗിഫ്റ്റ് കാർഡും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ആമസോണിലേക്കോ ഫ്ലിപ്കാർട്ടിലേക്കോ എങ്ങോട്ട് വേണമെങ്കിലും ഗിഫ്റ്റ് വൗച്ചറായിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇപ്പോൾ അവർ പേപാലാണ് കൊടുത്തിരിക്കുന്നത്. പേപാൽ ഉണ്ടെങ്കിൽ പേപാലിലേക്ക് വിഡ്രോ ചെയ്യാം. പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ പക്കയായിട്ട് നിങ്ങൾ കിട്ടുന്നതായിരിക്കും, ഒരു ഡൗട്ടും വേണ്ട. അപ്പോൾ ഏകദേശം $3 എന്തോരം വരും എന്ന് ചോദിച്ചാൽ ഇന്നത്തെ വാല്യൂ അനുസരിച്ച് ഏകദേശം $250 നമുക്ക് കിട്ടുന്നതായിരിക്കും. ഡെയിലി നമുക്കൊരു 2 മിനിറ്റ് പോലും വർക്ക് വരുന്നില്ല. അപ്പോൾ തന്നെ ഏകദേശം 1 മന്ത് കൊണ്ട് തന്നെ $250 നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. വലിയ എമൗണ്ട് തന്നെയാണത്. കാരണം നമുക്കിതിനകത്ത് വർക്ക് വരുന്നില്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഞാൻ റിയലായിട്ട് തന്നെയാണ് പറയുന്നത്. ഒത്തിരി ഒന്നും നമുക്ക് എന്താ പറയുക, ഇന്ന് തന്നെ കയറി നാളെ തന്നെ വിഡ്രോ ചെയ്യാനൊന്നും പറ്റൂല. മിനിമം ഒരു 1 മന്തിലും വേണമായിരിക്കും. കാരണം $3 ആവണ്ടേ. ചിലർ പറയുന്നുണ്ട് 2 ആഴ്ച കൊണ്ടൊക്കെ നമുക്ക് കംപ്ലീറ്റ് ആയി കിട്ടുമെന്ന്. പക്ഷേ എനിക്ക് തോന്നുന്നത് 1 മന്തിലും എടുക്കും നമുക്ക് $3 ആവാൻ. അപ്പം നമുക്ക് വേറെ വർക്ക് വരുന്നില്ല. സിമ്പിളായിട്ട് ഡെയിലി ഒരു മാക്സിമം ഒരു 5 മിനിറ്റ് ചിലവഴിച്ചാൽ മതി, നമുക്ക് 1 മന്ത് കഴിയുമ്പോൾ വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ,
അപ്പോൾ ഞാനിപ്പോൾ പിറ്റേ ദിവസം കയറി നോക്കിയപ്പോൾ അവിടെ വീണ്ടും ഒരു 3 സർവേ വന്ന് കിടപ്പുണ്ട്. ഞാനതെല്ലാം കംപ്ലീറ്റ് ആക്കി. 1 സെൻറ്റിന് 4 സെൻറ്റിന് 6 സെൻറ്റിൻ്റെയൊക്കെ വന്നിട്ടുണ്ട്. സെൻറ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, ഒരു 100 സെൻറ്റ് കൂടുന്നതാണ് $1. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള ആപ്ലിക്കേഷൻ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വിത്തിൻ 24 to 48 hours ഞങ്ങൾക്ക് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഇറ്റ്സ് മീ പ്രവീൺ സൈനിങ് ഔട്ട്. ബൈ.